കേരളം ലഹരി മാഫിയയുടെ പിടിയിലാണോ എന്ന് ചോദിച്ചാൽ പിടിയിലാണെന്ന് തന്നെ പറയേണ്ടി വരും. ഈ അടുത്തിടയ്ക്ക് ഒരു ഗ്രാമീണ സ്കൂളിൽ നിന്ന് സംഭവിച്ചൊരു സംഭവമാണ്. ഒരു ഗ്രാമീണ സ്കൂളിൽ സാധാരണ ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് വരുന്ന കുട്ടികൾ പെട്ടെന്ന് ഷൂസിലേക്ക് മാറിയപ്പോഴത്തേക്കും അവിടുത്തെ ടീച്ചർക്ക് ഒരു ചെറിയ സംശയം തോന്നി. ടീച്ചർ ഒരു +2 പഠിക്കുന്ന ഒരു പയ്യനാണ്. അവൻ്റെ ചെരുപ്പ് ഷൂസ് മാറ്റി നോക്കിയപ്പോൾ പെരുവിരലിൽ അവന് ഡ്രഗ്സിൻ്റെ സ്റ്റാമ്പ് ഒട്ടിച്ച് വെച്ചിട്ട് ഇതിനെക്കുറിച്ച് എക്സസൈസ് അവിടെ ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടാണ് ആ ടീച്ചർക്ക് ഒരു അവയർനെസ് ഉണ്ടായത്. പല കുട്ടികളും ഷൂസ് ധരിച്ചുകൊണ്ട് വരികയും ആ പെരുവിരലിൽ മുറിവുണ്ടാക്കിയിട്ട് അവിടെ ഷൂസിൻ്റെ അവിടെ സ്റ്റാമ്പ് ഒട്ടിച്ച്, അതായത് ലഹരി മാഫിയയുടെ സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പുകൾ സാധാരണ സ്റ്റാമ്പുകൾക്ക് 7000 രൂപ വില വരുന്ന സ്റ്റാമ്പുകൾ തന്നെയുണ്ട്. 7000 രൂപയ്ക്കാണ് ഒരു സ്റ്റാമ്പിൻ്റെ വില എന്ന് പറയുന്നത്. അതുവരെ വാങ്ങിച്ച് ഈ ഷൂസിൻ്റെ ഇടയിൽ ഒട്ടിച്ച് വരിക്കുന്നു. ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ശക്തമായ സൂചനകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പലപ്പോഴായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഞാൻ ഈ അണിയിരിക്കുന്ന ബനിയൻ തന്നെ നോട്ട് ടു ഡ്രഗ്സ് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് തന്നാണ്. പല ക്യാമ്പയിൻസുകളും നമ്മൾ നടക്കുന്നുണ്ടെങ്കിലും ഇത് എഫക്റ്റീവായിട്ട് സാധാരണക്കാരിലേക്ക് എത്തുന്നതറിയില്ല. അത് സ്റ്റാമ്പുകൾ മുതൽ LSD മുതൽ മയക്കുമരുന്നിൻ്റെ പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഡ്രഗ്സുകൾ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അത് ചിലപ്പോഴും പഠനത്തിന് സഹായിക്കും എന്നുള്ള രീതിയിൽ ഒരു മുട്ടായി എന്നുള്ള രീതിയിൽ കൊടുക്കും. സ്കൂളിൻ്റെ പരിസരത്തുള്ള മുട്ടായി ചിലപ്പോൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് വാങ്ങാനുള്ള ഒരു തോന്നലുണ്ടാവും. ഇങ്ങനെ പെട്ടിക്കടകൾ മുതൽ പല സ്ഥലങ്ങളിലും ഡ്രഗ്സ് ധാരാളം അവൈലബിൾ ആണ്. ഇതൊരു നെറ്റ്വർക്ക്സ് കണ്ണികൾ പോലെ വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ്. മണി ചെയിൻ മാതൃകയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്. ആദ്യം നീ ഒരാളെ കൊണ്ടുവന്നാൽ നിനക്ക് ഫ്രീ ആയിട്ട് തരാം, അല്ലെങ്കിൽ പല രീതിയിൽ അതിൻ്റെ നെറ്റ്വർക്കിൻ്റെ സംവിധാനങ്ങൾ പലതും ഉപയോഗിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ആധുനിക സംവിധാനങ്ങളായ വാട്സാപ്പും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലഹരി മാഫിയ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുന്നു എന്നുള്ളത് വളരെ നമ്മൾ എല്ലാവരും അവെയർ ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് നമ്മൾ ഡ്രഗ്സുകൾ നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത് നമ്മുടെ ഹാപ്പി ഹോർമോൺസായ ഓക്സിറ്റോസിൻ, സെറാട്ടോണിൻ, എൻഡോർഫിൻ, ഡോപ്പമിൻ എന്ന് പറഞ്ഞ ബ്രെയിൻ കെമിക്കൽസുകളാണ്. ഇതൊക്കെ 1% നിന്നാൽ മാത്രമേ നമുക്ക് സാധാരണ 1% വരുമ്പോഴാണ് സാധാരണ സന്തോഷം ലഭിക്കുന്നത്. ഇതിനെ 10%, 20%, 80%, 100% നമ്മൾ നശിപ്പിക്കുന്നു. ഇപ്പോൾ ഉണ്ടാകുന്നൊരു കുഴപ്പമെന്ന് വെച്ചാൽ സന്തോഷം താൽക്കാലികമായി ലഭിക്കുമെങ്കിലും ജീവിതത്തിലെ നിത്യമായ ചെറിയ ചെറിയ സന്തോഷങ്ങളെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ യുവാക്കളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ കുട്ടികളെ ആക്കി തീർക്കുന്നതാണ് ഇതിൻ്റെ സംഭവം. പിന്നീട് അവർക്ക് ജീവിതത്തിലെ സാധാരണ സന്തോഷങ്ങളായ ഒരു കല്യാണം കഴിച്ചാൽ ഒരു സന്തോഷം കിട്ടും, കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞാൽ ഒരു സന്തോഷം കിട്ടും, ഒരു സിനിമ കണ്ടാൽ ഒരു സന്തോഷം കിട്ടും. പക്ഷേ ഈ സന്തോഷങ്ങളൊന്നും അനുഭവിക്കാനാവത്തില്ല. വലിയ സന്തോഷം അനുഭവിച്ചതിന് ചെറിയ സന്തോഷങ്ങളിലേക്ക് തിരികെ വരാൻ കഴിയില്ല എന്നുള്ളതാണ് ഡ്രഗ്സിൻ്റെ പ്രധാനം. ഓരോ ഡ്രഗ്സിൻ്റെയും വില കൂടുന്തോറും അതിൻ്റെ ഈ നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ ലെവല് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ലഹരി മരുന്നുകൾക്ക് സാധിക്കും. നിങ്ങൾക്കറിയാം, ഞാൻ ഹാപ്പി ഹോർമോൺസിനെ കുറിച്ചൊക്കെ വളരെ വിശദമായ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഹാപ്പി ഹോർമോൺ നിങ്ങൾക്കറിയാം, അനിൽ ഫിലിപ്പോസ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിനെയൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ടാണ്. അപ്പോൾ ആൽക്കഹോൾ അടിച്ചാൽ 1%, 2% അല്ലെങ്കിൽ 5% നമ്മുടെ കൂടെ ശരീരത്തിൽ കൂടുന്നെങ്കിൽ LSD പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ അത് നമ്മുടെ സന്തോഷത്തിൻ്റെ ഹോർമോണുകളെയൊക്കെ അതൊരു 60%, 70% ഒക്കെ ആക്കിയിട്ട് സാധാരണ സന്തോഷങ്ങൾ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിൽ പിന്നീട് വരും. പിന്നീട് മൂട്ടിക്കും പിടിച്ചു പറിക്കും. ഇങ്ങനെയുള്ള പല സംഭവങ്ങളിലേക്കും കുട്ടികളൊക്കെ മടങ്ങിപ്പോവും. ഇതൊരു